മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഫ്രീമോന്റെ മൃതദേഹം കണ്ണാന്തുറയിൽ നിന്നും കണ്ടെത്തി. കാണാതായി 3-ാം ദിവസമാണ് മൃതദേഹം കണ്ണാന്തുറ തീരത്ത് അടിഞ്ഞത്. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. വിവരങ്ങളുമായി നൗഫൽ കൂടി ചേരുന്നുണ്ട്. നൗഫൽ, ഇപ്പോൾ കാണാതായവരിൽ ഈ മുതലപ്പുഴയിൽ നിന്ന് കാണാതായവരിൽ ഈ ഫ്രീമോന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയും ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. എന്താണ് വിവരങ്ങൾ? അവന്തികായി പറയുന്ന വെള്ളിയാഴ്ച രാത്രി മുതലപ്പുഴയിൽ നിന്ന് കാണാതായ 2 പേർ, അതായത് ഈ പറയുന്ന ജോസ് എന്ന ആളുടെ ഉടമസ്ഥതയിൽ കാണാതായ 4 പേർ, അതിൽ 2 പേരെ അന്ന് തന്നെ കോസ്റ്റൽ പോലീസ് രക്ഷപ്പെടുത്തിയിരുന്നു. 2 പേര്, ശ്രീജിത്ത്, ഫ്രീമോൻ, ഈ 2 പേരെയാണ് അന്ന് കാണാതായത്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തിരച്ചിൽ ആരംഭിക്കുന്നത്. ഇന്നലെ പ്രതികൂല കാലാവസ്ഥ മൂലം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു ഉണ്ടായിരുന്നത്. വൈകുന്നേരത്തോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ വീണ്ടും ഇതിന്റെ തിരച്ചിൽ പുനരാരംഭിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി വിഴിഞ്ഞത്തു നിന്ന് ഈ പ്രത്യേകമായ കപ്പൽ ഈ പറയുന്ന അന്ന് കാറ്റ് വീശിയ, അതായത് ഈ അപകടം ഉണ്ടായ സമയത്ത് കാറ്റ് വീശിയ ദിശയിലേക്കായിരുന്നു ഇന്ന് തിരച്ചിൽ നടത്തിയത്. ഈ പറയുന്ന വേളി, വെട്ടുകാട്, ആ പറയുന്ന വേളി, കണ്ണാന്തുറ ഭാഗത്ത് അതുവഴിയാണ് തിരച്ചിൽ നടത്തിയത്. പക്ഷേ സ്വാഭാവികമായും ഈ തിരച്ചിലിന്റെ ഭാഗമായിട്ടല്ല ഈ പറയുന്ന 3-ാം അപകടം നടന്ന് 3-ാം ദിവസം കണ്ണാന്തുര തീരത്ത് ഈ പറയുന്ന ഫ്രീമോന്റെ മൃതദേഹം കരക്കടിയുകയായിരുന്നു. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ണാന്തുറ ഭാഗത്ത് കരക്കടിഞ്ഞിട്ടുണ്ട്. ഇനി ഒരാൾ, അതായത് അവശേഷിക്കുന്ന ശ്രീജിത്ത് എന്ന ഒരാളോട് കൂടി ആ ആൾക്ക് വേണ്ടി കൂടിയുള്ള തിരച്ചിലാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും തുടരുന്നത്. അവന്തിക.